പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോൾ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി. ഒരു 5-6 സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട്. അതെന്താണെന്നറിയില്ല. ആക്ടർ ബാല അല്ലെങ്കിൽ ആക്ടർ ബാല എന്നിനിയും അയാളെ വിശേഷിപ്പിക്കേണ്ട കാര്യമുണ്ടോ? നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറ്റ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഇനി വിശേഷിപ്പിക്കാം. ഇല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന സ്ത്രീയുടെ വിദ്യാഭ്യാസം ഇത്രയും മതി, നീ ഇനി പഠിക്കണ്ട, നീ ഇനിയും MD, നീ ഡോക്ടറൊക്കെ കഴിഞ്ഞു, ഓക്കെ, നീ MBBS ഒക്കെ കഴിഞ്ഞു, നീ MD എടുക്കണ്ട, നീ എന്നെ നോക്കി വീട്ടിൽ ഇരുന്നാ മതി എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന, ഇല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റ്, അല്ലെങ്കിൽ മെയിൽ ഷോവനിസത്തിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ല. ഇതിന്റെ അപ്പുറം, അതിന്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം. കൂടെ ഒരാളെ നിർത്തുക, വിശ്വസിപ്പിച്ച്, എന്നിട്ട് അയാളോട് സ്നേഹം നടിക്കുക. അത് കൂടാതെ അപ്പുറത്തൊരു 3-4 പേരുമായിട്ട് ഡിങ്കോൾഫി. ഡിങ്കോൾഫി ഓക്കെ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ മറ്റേ കാലിനടിയിൽ അടിച്ചുറപ്പിച്ചിടണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി കൂടെ ഉണ്ടല്ലോ. അത് വെറും ബ്രൂട്ടൽ മെന്റാലിറ്റിയാണ് മിസ്റ്റർ ബാല. പറഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്ന് വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്ക് മനസ്സിലായി കാണും. ആക്ടർ ബാല, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പരിപാടിയൊക്കെ കാണിക്കുന്ന ഒരു ചെറ്റ, ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിട്ട്, അല്ലെങ്കിൽ മുൻ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, അവർ തന്നെ അവരെ വിശേഷിപ്പിക്കുന്നു. കുറെ ആളുകൾ അവരുടെ കമന്റ് ബോക്സിൽ പറയുന്നു, നീ ഒരു മനസ്സിലായല്ലോ, ഒരു കീപ്പ്, ആ ഒരു ആയിരുന്നു നീ എന്നുള്ള രീതിയിൽ ആളുകൾ അവരെ പറയുന്നു. അവരും ലാസ്റ്റ് അത് ചിരിച്ചോണ്ടാണ് പറയുന്നത്, ഓക്കെ, സോ ഇങ്ങനെയാണല്ലേ ഞാൻ, ഇങ്ങനെ ആയിരുന്നല്ലേ ഞാൻ എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണെങ്കിലും ഇന്ന് രാവിലെ കുറച്ച് മുമ്പായിട്ട് ഒരു 5 മണിക്കൂർ, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനൊരു 6 മണിക്കൂർ മുമ്പ് ഡോക്ടർ എലിസബത്തിന്റെ ഒരു വീഡിയോ അവർ ഫേസ്ബുക്കിലും അവരുടെ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറുള്ള വീഡിയോ ആണ്. 1-2 പേര് റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടു. എനിക്കറിയില്ല എല്ലാവരും ഈ 1 മണിക്കൂർ വീഡിയോ കുത്തിയിരുന്ന് കണ്ടോന്ന്. ഞാൻ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുത്തിയിരുന്നത് കണ്ടു. ഇത് കംപ്ലീറ്റ്ലി കാണാനുള്ളൊരു കാരണം എനിക്ക് ബാലയെ പറ്റി കൂടുതൽ കുറ്റങ്ങൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, നേരെ മറിച്ച് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദിസ് എലിസബത്ത് എന്നുള്ളൊരു സാധനം എനിക്ക് മനസ്സിലാക്കണമായിരുന്നു. എനിക്ക് എലിസബത്ത് സംസാരിക്കുന്ന പല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് അതിന്റെ എന്തായാലും കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ വീഡിയോ മൊത്തം കണ്ടു കാണത്തില്ല, കാണാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, എനിക്ക് ഇവരുടെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്, ഇവർ കംപ്ലീറ്റ്ലി മെന്റലി വീക്കാണ്. എലിസബത്ത് ഈസ് കംപ്ലീറ്റ്ലി വീക്ക്. മെന്റലി അവരാകെ തളർന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഈ ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും, എനിക്ക് ഉൾപ്പെടെ സംശയം തോന്നിയിരുന്നു, ഇവരൊരു അവരുടെ പുതിയ വീഡിയോയിൽ അവരിത് പറയുന്നുണ്ട്. കാരണം മിസ്റ്റേക്കുകൾ വരുന്നു എഴുതുന്നതിനകത്ത്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗുജറാത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിന് ഇത്രയും മിസ്റ്റേക്ക് വരുമോ? അപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് മെന്റലി എന്തോരം വീക്കാണെന്ന് നമുക്ക് അറിയില്ല. അവർ ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ കരഞ്ഞു കൂവി മെന്റലി അത്ര വീക്കായിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ എഴുതുന്നത്. ആ ഒരു സമയത്ത് സംഭവിക്കാം തെറ്റുകൾ, മനസ്സിലായില്ലേ? എന്ന് വെച്ചിട്ട് അവർ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. കാരണം അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് ആ ഒരു പേടി അവരുടെ സ്വരത്തിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്ന് രാവിലത്തെ വീഡിയോ നമുക്ക് അതിലേക്ക് ഇനി ഒന്ന് പോകാം. അവരത് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണം അവരുടെ അടിയിൽ വരുന്ന കമന്റ്സ് ആണ്. അതിനകത്തൊരു കസ്തൂരി എന്ന് പറയുന്ന ഒരു പ്രത്യേക അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന കമന്റുകൾ എടുത്ത് വെച്ചിട്ട് ഇവർ വായിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവർ വേറെ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഈ കസ്തൂരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് അവർ തപ്പി അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് നമ്മുടെ സ്വന്തം ബാലക്കുട്ടന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തന്റെ ആണ് എന്നാണ് നമ്മുടെ ചേച്ചി എലിസബത്ത്. ചേച്ചി എന്ന് വിളിക്കുന്നില്ല, ചേച്ചി മറ്റേ ആളാണല്ലോ പുതിയ, പോട്ടെ. അപ്പൊ എന്താണെങ്കിലും ചേച്ചിയാണോ അക്കാന്ന് വിളിക്കണോ, എന്ത് വേണമെങ്കിലും വിളിക്കാടേ, പോട്ടെ. അപ്പൊ എന്താണെങ്കിലും എലിസബത്തിന്റെ ഈ ഒരു ചാറ്റ്, ആ വന്നിട്ടിരിക്കുന്ന ആളെ എലിസബത്തിന് അറിയാം, പേര് പറഞ്ഞിട്ടില്ല എലിസബത്ത്. ഇത് എലിസബത്തിന്റെ ഒരു വീഡിയോ, ഏതൊരു വീഡിയോ വന്നാലും അതിനകത്ത് ഈ മറ്റേ കുട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഒരു കമന്റ് ഇട്ടൊരു നാറിയെ നമ്മൾ കഴിഞ്ഞ ദിവസം പൊക്കിയിട്ടുണ്ടായിരുന്നു. അവൻ ഈ ടീമിന്റെ കൂടെ, ഈ ഒരു ആ ചേട്ടന്റെ കൂടെ 24 മണിക്കൂർ ഉള്ള ഒരു വ്യക്തിയാന്ന് തോന്നുന്നു. കാരണം പുള്ളിയുള്ള ഫോട്ടോയും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. അങ്ങനെ ഒരുത്തൻ ഒരു കള്ള അക്കൗണ്ടിൽ നിന്ന് വന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് പൊക്കാം ഇവിടെ. അതപ്പോ ഈ മെയിൻ ചേട്ടൻ, ഫാളച്ചേട്ടൻ ഒന്നൊന്ന് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ അത്യാവശ്യം നല്ല ടീമിലെന്ന് നിങ്ങളെ കൂടെ നിങ്ങൾ അത്യാവശ്യം കുറച്ച് മറ്റേ ഓൺലൈൻ ടീംസിനെ പിടിച്ച് നിർത്തുന്നുണ്ടല്ലോ. അവർക്കും അറിയാം ഇതേങ്ങളൊക്കെ PR ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറും, അവരെ തെറി പറയാൻ കുറെ ആൾക്കാർ വരുമെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സത്യം എന്നാണെങ്കിലും പൊളിഞ്ഞു വീഴും. പറഞ്ഞപ്പോ മാറിപ്പോയി, കള്ളം എന്നാണെങ്കിലും പൊളിഞ്ഞു വീഴും, സത്യം പൊങ്ങി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എത്രയൊക്കെ ആൾക്കാരെ വെച്ച് PR ചെയ്യിപ്പിക്കാൻ നടക്കൂലിന്ന്, തപ്പി പിടിക്കാം.
അങ്ങനെയാണ് തപ്പി പിടിച്ചത് നേരത്തെ. നിങ്ങൾ ഇട്ട ആ ഒരു അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ഒരു വ്യക്തി വന്ന് വളരെ മോശമായിട്ട് കമന്റ് ഇട്ടപ്പോൾ തപ്പി പിടിച്ചത് നിങ്ങളുടെ കൂടെ ഉള്ള ഒരുത്തരാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നെഗറ്റീവ് ആയിട്ട് മാറും മിസ്റ്റർ ബാല. ആക്ടർ ബാല അല്ല, മിസ്റ്റർ ബാല. ഓക്കെ, ഒന്ന് ഓർത്തോണം നിങ്ങൾ. ഇനി എന്തായാലും നമുക്ക് എലിസബത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഞാൻ ആക്ച്വലി എഫ് ബിയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് കുറെ ആൾക്കാർ എഫ് ബിയിൽ കണ്ട ആളിനെ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറെ തെറി വിളിച്ചായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഓക്കെ, ഈ വീഡിയോയിലും ഈ സ്ക്രീൻഷോട്ടിലും നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് ഇസ് പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഓ, ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണ് അതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. എനിക്ക് ആക്ച്വലി തമാശ ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്, പക്ഷെ എന്തായാലും പറയണതാണല്ലോ. ഞാൻ ആക്ച്വലി അഹമ്മദാബാദിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൊലീഗിനോടും പറഞ്ഞായിരുന്നു എൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഇടുമെന്ന്. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതുപോലെ തന്നെ അവര് ഒറ്റയ്ക്കായിട്ട് ഗുജറാത്തില് മൊത്തത്തിൽ ഡിപ്രഷനിലായിട്ടാണ് ഇപ്പൊ നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത് പോട്ടെ, അവരുടെ ഡിപ്രഷനും കാര്യങ്ങളും നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഈ കമന്റിൽ ആ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഈ കസ്തൂരിസ് എന്ന് പറയുന്ന ആൾ ഇട്ടിരിക്കുന്ന ആ ഒരു കമന്റ്, അതായത് ഈ എലിസബത്തിന് വേറെ ഏതൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അവരുമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഈ കസ്തൂരി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ചേട്ടൻ പറയുന്നുണ്ടെങ്കിൽ, ചേട്ടാ ഞങ്ങൾ ആരും ആ ഫോട്ടോ കണ്ടിട്ടില്ല. ചേട്ടൻ എവിടെയാണ് ആ ഫോട്ടോ കണ്ടത്? അതാണ് ഉണ്ടെങ്കിൽ നമുക്കൂടെ ഷെയർ ചെയ്യും. നമ്മളും കൂടെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ, ഇതിനകത്ത് എന്താ ഈ കളി നടക്കുന്നത് എന്നുള്ളത്. എലിസബത്ത് എങ്ങും അവരുടെ വീഡിയോയിൽ എങ്ങും ഒരാളെ കാണിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സാധനം പറഞ്ഞുണ്ടാക്കുന്നത്? എലിസബത്ത് ഫോട്ടോ ഇട്ടു, ബോയ് ഫ്രണ്ട് ആണ്, മറ്റേതാണ്. ചേട്ടാ ഇങ്ങനെയൊക്കെ വന്ന് ഇരുമ്പത്തേക്ക് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അവന് തന്നെ കല്ലേറ് കിട്ടും. മനസ്സിലായില്ലേ? കാരണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത്. നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ പ്രൂഫ് തരൂ. നിങ്ങളുടെ ചേട്ടനെതിരെ ഇവിടെ ഒരുപാട് പ്രൂഫുകളുണ്ട്, എന്നിട്ട് പോലും അയാളെ ഇവിടെ ആരും ഒന്നും ചെയ്യാത്തതാ. അത് ഈ പണത്തിന്റെ പിന്നെ ഈ മറ്റേ വെള്ളക്കുപ്പായത്തിന്റെ ആ ഒരു പിടുത്തത്തിലാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇത്രയും ചെറ്റത്തരം കാണിച്ചിട്ട് ഇവർ ഈ നാട്ടിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ ഈ ഐറ്റത്തിനെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതാണ്. അതൊന്നും ചെയ്യത്തില്ല, കാശുണ്ട് എന്ന് വെച്ചിട്ട് എന്റെ പൊന്ന് PR ചേട്ടാ വന്നിരുന്ന് തോന്നിവാസം പറയരുത്. അവർക്ക് മറ്റവരുണ്ടായിരുന്നു, അവര് ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഫോട്ടോ ഇട്ടു. എന്താടേ ബാക്കി? ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പം അങ്ങനെ പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും മിണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ ഇന്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകൾ, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങരുടെ അവസ്ഥ കണ്ട സ്ത്രീകൾ, ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടവും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? ഈ 4-5 മാസം തീട്ടവും മൂത്രവും ഒക്കെ അയാൾ അവിടെ കിടന്നപ്പോ കോരിയത് കൊണ്ടാണ് പല ഇന്റർവ്യൂവിനും ആദ്യമേ വന്നിരുന്ന സംസാരിക്കുമ്പോഴത്തേക്ക് ഈ എലിസബത്തിനെ പറ്റി ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല, അവർ നന്നായിട്ട് ജീവിക്കട്ടെ, നല്ല ലേഡി എന്നൊക്കെ ഈ എണ്ണം പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് പറയാനുള്ള ഒരു കാര്യം, ആ ഒരു കുഞ്ഞു നന്ദി എവിടെയോ ഒരു നന്ദിയോ പന്നിയോ കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നൈസായിട്ട് ആദ്യം ഒന്നും മിണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ അണ്ണന്റെ കയ്യിൽ നിന്ന് പോയി. ചേച്ചി പുറത്തു വന്ന് സത്യങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇവരെ എന്തുകൊണ്ട് ഈ ഒരു എലിസബത്ത് എന്ന് പറയുന്ന ലേഡി ഇത്രയും ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് പല കാര്യങ്ങളും പറയാൻ ലേറ്റ് ആയി എന്നിപ്പോ പല ആളുകളും ചോദിക്കും. ഇവിടെ പേടിച്ചിട്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരുത്തിന്റെ വീട്ടിലേക്ക് തോക്കും കൊണ്ട് കയറി ചെന്നത്. ഇവൻ ഏത് വീട്ടിലും ആരെടുക്കലും ചെന്ന് എന്ത് തോന്നിവാസം കാണിക്കാൻ. ഇവൻ ചെന്നില്ലെങ്കിൽ ഇവന്റെ കുറെ ശിങ്കിടികൾ കാണും പുറകെ പോകാൻ. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്തോട്ട് ചിലപ്പോൾ കയറ്റി വിടും. മനസ്സിലായില്ലേ? ആ ഒരു ടൈപ്പ് ഓഫ് ഗുണ്ടായിസമാണ് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ഈ കേരളത്തിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവന്റെ ദേഹത്ത് മാത്രം പ്രോപ്പർ ആയിട്ടുള്ള ഒരു കേസ് എടുത്ത് ഇവനെ പിടിച്ച് അകത്തിടുന്നില്ല? ഇതിപ്പം അവൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഏകദേശം ഒരു 4 പെൺകുട്ടികളായി അവന്റെ കൂടെ ഇപ്പം. എന്നാലും അവൻ പറയുന്നത് ഒഫീഷ്യലി അവൻ 2 പേരെ കെട്ടിയിട്ടുള്ളതെന്നാണ്. എങ്ങനെ ഇവനിത് പറയാൻ പറ്റുന്നത് ഞാൻ ആലോചിക്കുന്നത്. 4 പേരുടെ കൂടെ ജീവിച്ചിട്ട് പറയുന്നു ഞാൻ ഒഫീഷ്യലി 2 പേരെ. ഈ ഒഫീഷ്യലി 2 പേരെയാണെങ്കിൽ എടാ നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോടാ ബാലച്ചേട്ടാ. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ നീ 4 കെട്ടിയ കാര്യം. നീ അതങ്ങ് ഒഫീഷ്യലി അങ്ങ് പറ, അതിന് പ്രചരിച്ച് പറയണ്ട നീ. എന്നാലും നിന്ന് മറ്റേ താളം ചവിട്ടും. എന്നിട്ട് മറ്റേ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ, എനിക്ക് അസുഖമാണ്, ഞാൻ മരുന്ന് കഴിക്കുന്നവനാ. കൊള്ളാം ചേട്ടാ, നല്ല പോക്കാ നിന്റെ.
ബാക്കി അങ്ങനെ തന്നെ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ. ഓക്കെ, അവർ ഈവൽ വുമൺ ആണെന്നൊക്കെ പറയട്ടെ, പറയുന്നവരൊക്കെ പറയട്ടെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ബാലയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഈ ചാനൽ വഴിയൊക്കെ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ഈ എലിസബത്ത് എന്ന് പറയുന്ന ലേഡി അവിടെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഹോസ്പിറ്റലിൽ. എന്തായാലും ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ലേഡി നിൽക്കുമ്പം, പ്രത്യേകിച്ച് അത് ഭാര്യയെ പോലെ ആയിരുന്ന, നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അവരുടെ റിസപ്ഷൻ പരിപാടികളൊക്കെ കണ്ടതാണ്. സോ അങ്ങനെ ഒരു ലേഡി നിൽക്കുമ്പോൾ എന്താണെങ്കിലും അവര് ഇയാളെ നോക്കിയിട്ടുണ്ട്. വേറെ പുറത്തുനിന്ന് ഒരാൾ വരേണ്ട കാര്യം ഉണ്ടായി കാണത്തില്ല അതിനകത്ത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടും ചിലപ്പോൾ ഇയാൾ ആദ്യം അതുകൊണ്ടൊക്കെയാണ് ഇയാൾ പണ്ട് മറ്റേ ഇന്റർവ്യൂലൊക്കെ വലുതായിട്ട് ഇവരൊന്നും പറയാതിരുന്നത്. എനിക്കതാ മനസ്സിലായത്, ഇവരൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് എന്താണെങ്കിലും അയാൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവരായിരിക്കും ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു നന്ദി എവിടെങ്കിലും കാണിക്കേണ്ട പൊന്നു ബാലച്ചേട്ടാ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ടീംസിനെ അത് നിങ്ങൾ കാണിക്കേണ്ടത്, നിങ്ങളുടെ ഈ ടീംസ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഓൺലൈനകത്തോട് കയറ്റി വിടുന്ന കമന്റ് ഇടാൻ വേണ്ടി അവന്മാരോട് പറയുക, അവരുടെ അതിനകത്ത് പോയി ഇതുപോലത്തെ വൃത്തികേടുകൾ കാണിക്കരുത് എന്നുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ഫോട്ടോ ഇട്ടു നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെയാ. ബാക്കി നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കമന്റ് ഒക്കെ ഇടേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അതിലും എന്റെ കാര്യം, എലിസബത്ത് സോമൻ ഓപ്പൺലി പുട്ടിങ് വീഡിയോസ് വിത്ത് ഹെർ ന്യൂ ബോയ് ഫ്രണ്ട്. പിന്നെ കുറെ ആൾക്കാരുടെ ലൈഫ് നശിച്ചു. ഓ മൈ ഗോഡ്, ആരാ ആ ബോയ് ഫ്രണ്ട് എന്ന് നിങ്ങളെ സെലക്ട് ചെയ്ത് ഞാൻ കുറെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊന്നും ആരാന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കസ്തൂരി എന്ന വേറെ കീഴിലുള്ള പേരുള്ള ആ ഒരു ആള്, ന്യൂസായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട ആള്, ഭയങ്കര അടുപ്പുള്ള ആള്. കാരണം എല്ലാവരും കളിക്കണത് പേര് പറയാണ്ട് എന്ത് കുറ്റം പറഞ്ഞാലും കേസെടുക്കില്ല എന്നല്ലേ. അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ ഇതിൽ പല സമയത്തും കേസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആയിക്കോട്ടെ, ഐ വിൽ സന്തോഷത്തോടെ ആ കേസ് ഞാൻ സ്വീകരിക്കും. കാരണം ഒരാളുടെ വീട്ടിലൊക്കെ തോക്കെടുത്ത് പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോലും കേസില്ലാത്ത സ്ഥലമൊക്കെയാണ് ഇവിടെ. അതിന് വേണമെങ്കിൽ ഞാൻ പ്രതിയാന്ന് പറയാം, അല്ലെങ്കിൽ സാക്ഷിയാന്ന് പറയാം. കാരണം ഞാൻ ആ വണ്ടിയിലുണ്ടായിരുന്നു. സോ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു ഇതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾക്കാര് നിങ്ങളുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ആള് തോക്കെടുത്ത് കയറിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട്, ഓക്കെ എന്ത് തന്നെ പറഞ്ഞാലും ഭീഷണിപ്പെടുത്തി ചെയ്തിട്ടുണ്ടെന്ന് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരുടെ മെന്റാലിറ്റി, ഞാൻ ഇന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണമെന്നില്ല, പക്ഷെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണ മെന്റാലിറ്റി ഉണ്ടാവുമ്പോൾ ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ എന്നെ പോയിട്ട് പിടിച്ചിട്ട് ഒരു കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. ഇന്നായിട്ട് ഒരു ഭാര്യയുടെ ധർമ്മം നീ ചെയ്യുന്നുണ്ടോ? എന്തിനാണ് ഭർത്താവിനെ ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലേക്ക് വിടണേന്ന് പറഞ്ഞിട്ട് ഇന്നെ കൺസേൺഡ് ആ കേസ് നടന്ന ആ ഫ്ലാറ്റിലേക്ക് ഇന്നും കൂടി കയറ്റിക്കൊണ്ടുപോകാൻ പോയതാ. പക്ഷെ ഞാൻ കയറിയില്ല. കയറാത്ത കാരണം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് മോളിന്ന് താഴെ ആ ആളിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ച്, ചേച്ചിക്കൊരു ഹായ് പറയൂ. ഈ ചേച്ചിക്ക് ഒരു ഹായ് പറയൂ എന്ന് ബാലചേട്ടൻ പറഞ്ഞത് ആരോടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ഫ്ലാറ്റിലേക്കാണ് ഈ ബാലചേട്ടൻ, അത് ഇടയ്ക്കൊരു കേസൊക്കെ ആയതാ, പക്ഷെ എങ്ങും എത്തിയില്ല. എന്തുകൊണ്ട് എത്തിയില്ല? കാരണം ബാലചേട്ടന്റെ കയ്യിൽ തോക്കുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, കാശുണ്ട്. പാവം പോലീസുകാരും അവന്മാരും ചിലപ്പോൾ കൂടെ പോകും. അല്ലെങ്കിൽ അവരുടെ നെഞ്ചത്ത് അവരുടെ പണി പോകത്തില്ലേ? അവരെ കുറ്റം പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ അവസ്ഥ. മനസ്സിലായില്ലേ? ഇപ്പം പറഞ്ഞതേ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ആണ്. ബാലയുടെ മുൻ ഭാര്യ എന്ന് പറയില്ല, ഭാര്യയെ വ്യക്തിയാണ് വന്നിട്ട് പറയുന്നത്. ബാല തോക്കുമായിട്ട് അന്ന് ഫ്ലാറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, എന്നെയും വിളിച്ചായിരുന്നു കൂടെ വരാൻ പറഞ്ഞു. ഇതൊക്കെ അവരിപ്പോ വന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ഇതൊരു തെളിവാക്കി എടുത്ത് മറ്റേ ചെകുത്താന്റെ കേസിൽ എന്തെങ്കിലും ഇവിടുത്തെ പോലീസുകാർക്ക് എൻ്റെ ഒരു അപേക്ഷ, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബാലയുടെ ഭാര്യ തന്നെ, കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെ ആ സമയത്ത് ചെകുത്താനെ വീട്ടിൽ കയറി ആക്രമിച്ചു എന്ന് ചെകുത്താൻ കൊടുത്ത കേസിന്റെ സമയത്ത് ബാലയുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പറയുന്നത്.
അവിടെ തോക്കും കൊണ്ട് കയറിയിട്ടുണ്ടായിരുന്നു. അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് എന്താണ് ഇവിടെ, എന്ത് ചെയ്യും ഞാൻ? ഞാനിപ്പോ ഇങ്ങനെയൊക്കെ അവരുടെ പേര് പറയാതെ, ഇപ്പൊ കസ്തൂരി എന്നൊക്കെ പറയുന്ന ഈ ഒരു അവരാരാണെന്ന് അവരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു കേസ് എനിക്ക് വന്നാൽ കുഴപ്പമില്ല. കാരണം ഒരുത്തൻ കൊല്ലം തോക്കും കൊണ്ട് കയറിയിട്ട് അവന് പുട്ടുപോലെ നടക്കുന്നുണ്ട്. അവൻ അടുത്ത കല്യാണവും കഴിച്ച്, അവൻ വൈക്കത്ത് പുതിയ വീടും വെച്ച്, കായൽക്കാറ്റും കൊണ്ട്, പുതിയ ഭാര്യയെ കൊണ്ട് ചിക്കനും ബിരിയാണി ഉണ്ടാക്കി തിന്നിക്കുക. എങ്ങനെയുണ്ട്? ആ പുതിയ ഭാര്യയുടെ അവസ്ഥ തന്നെ അത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും ഈ എലിസബത്ത് പറയുന്നതിനകത്തൊന്നും. പിന്നെ അവരുടെ വീട്ടിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ആ ലേഡി ബാലയുടെ കൂടെ ഇപ്പൊ ഉള്ള കല്യാണം കഴിച്ച ലേഡി എന്താണ് അവിടെ ചെയ്യുന്നത്? അവർ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് ബാലയ്ക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ബാലയ്ക്ക് വേണ്ടത് അതാണ്. ഒരു അടിമയാണ് ബാലയ്ക്ക് വേണ്ടത്, മനസ്സിലായില്ലേ? ഒരു അടിമയാണ് വേണ്ടത്. അത് ബാക്കി ആരും അങ്ങോട്ട് നിന്ന് കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ മാമാപ്പൊണ്ണിന് പിന്നെ നിന്ന് കൊടുക്കാമല്ലോ, വേറെ പ്രത്യേകിച്ച് പണി ഇല്ലാത്തതുകൊണ്ട്. വിദ്യാഭ്യാസം ചിലപ്പോൾ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും. അത് കുറച്ച് വിവരം വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് വിട്ടേച്ച് ഓടുമായിരിക്കും. ബാക്കിയും കൂടെ എന്റെ കൈയും കാലും വരച്ചിട്ട് അപ്പം എന്തുണ്ടായെന്ന് എനിക്ക് പോലും അറിയില്ല. ഓൾ ഐ റോട്ട് വർ വെരിഫൈഡ് ഫാക്ട്സ്. ഓക്കെ, അത് എനിക്ക് അതൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. പക്ഷെ ഒരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ഇത്ര മോശമായിട്ടൊക്കെ പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾ സ്ത്രീയാന്നെനിക്കറിയാം, നിങ്ങൾക്കൊരു ഭർത്താവും കുട്ടിയുണ്ടെന്ന് അറിയാം, പക്ഷെ സ്റ്റിൽ അതിത്തിരി മോശമാണ്. ഈ കസ്തൂരി എന്ന് പറയുന്ന ഐഡിയയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവരൊരു ലേഡിയാണ്, അവർക്ക് ഭർത്താവും കുട്ടിയുണ്ടെന്ന് വരെ എലിസബത്തിന് അറിയാം, മനസ്സിലായില്ലേ? അത് ബാലച്ചേട്ടൻ എന്തോ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അവര് കമന്റ് ബോക്സിൽ നമ്മുടെ കുട്ടി, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് വലിച്ചിനി ഇടയ്ക്കുന്നില്ല, അതെനിക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് അറിയാം ബാലയ്ക്ക് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു വിവാഹത്തിലുണ്ടായ ഒരു കുട്ടിയായിട്ടുണ്ടായിരുന്ന ഇഷ്യൂ ഒക്കെ. അപ്പൊ ആ കുട്ടിയൊക്കെ എടുത്തു വെച്ച് വളരെ മോശമായിട്ട് കമന്റ് ബോക്സിൽ പല ആളുകളും സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കസ്തൂരി പോലുള്ള ഐറ്റങ്ങൾ. ഇതൊക്കെ എന്റെ പൊന്ന് ബാലക്കുട്ട, നീ അറിയുന്നുണ്ടോ? നിന്റെ സ്വന്തം ചോരയെ തന്നെ വന്നിരുന്ന് അവരായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നാറികള്. അതിനും നീ മറ്റേ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, എന്നിട്ട് മറ്റേ വന്നിരുന്ന് കഥ പറയണം. എനിക്ക് വയ്യ, എനിക്ക് ആശുപത്രി കിടന്ന സമയത്ത് എന്നെ നോക്കിയില്ല ആരും, അങ്ങനെയാ ഇങ്ങനെയാ. നിന്നെയൊക്കെ നോക്കിയവരെ വേണം കായ. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. ബാക്കി പിന്നെ എന്തുമാത്രം കേരള വിരുദ്ധതയോടോ ഇതിലൊക്കെ. കേരളത്തെ സ്ത്രീകളൊക്കെ ഇത്ര മോശമാണോ? ഓക്കെ, ആണുങ്ങളോട് ചിലപ്പോൾ ചോദിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങനെ പറയായിരിക്കും. ഓ മൈ ഗോഡ്. പുള്ളിക്കാരൻ എന്നെ വൈഫായിട്ട് വിചാരിച്ചു, ഞാൻ എന്നെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു, അല്ലാണ്ട് ഞാനല്ല വിചാരിച്ചതല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷനൊക്കെ വന്ന ആൾക്കാർ പൊട്ടന്മാരാ? അതിൽ കുറേ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്നെങ്കിൽ കള്ളന്മാരല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കണം. പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കല്യാണമല്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ പറയുന്ന വ്യക്തി കല്യാണത്തിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം പുള്ളിക്കാരനോട് മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ, വട്ടവർ. പിന്നെ ഫിയാൻസിന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു, അതാണ് പുള്ളിക്ക് പറ്റിയ തെറ്റ്. ഓ മൈ ഗോഡ്. ഏതെങ്കിലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും ബോത്ത് സൈഡ്സ്. ഒരാൾ ഗ്ലാവിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ പാടില്ല. പരമമായ സത്യം, രണ്ട് സൈഡിലും തെറ്റുകൾ രണ്ട് സൈഡിലും പറ്റും. പുരുഷന് തെറ്റ് പറ്റാം, സ്ത്രീക്ക് തെറ്റ് പറ്റാം, മനസ്സിലായില്ലേ? പക്ഷെ ഇവരുടെ കേസിലേക്ക് നമ്മൾ വന്ന് നോക്കുമ്പം ഈ ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടാണ് ഇയാൾ എന്താണ് കാണിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഇയാളുടെ കുടുംബ പ്രശ്നം ഒന്നുകിൽ കോടതി വഴി കൊണ്ടുപോവുക. ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഒന്നുകിൽ കോടതി വഴി കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴിയോ അല്ലെങ്കിൽ പുറത്ത് വെച്ച് എങ്ങനെയും കോംപ്രമൈസ് ചെയ്യുക. അവിടെ തീർക്കേണ്ട കാര്യം. കണ്ട ഓൺലൈൻ മീഡിയ ചാനൽസിലൊക്കെ കയറിയിരുന്ന ആ പിള്ളേരെയും മുൻ ഭാര്യമാരെയും കൂടെ ഉണ്ടായിരുന്ന എല്ലാരെയും അപരാധിക്കുന്ന ഇവനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു? കഴിഞ്ഞ ദിവസം ഒരു തമിഴ് ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വന്ന് അതിനകത്ത് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ഈ ഒരു എലിസബത്തിനിട്ടുള്ള നല്ല കൊട്ട് കൊടുത്തപ്പോഴാണ് വീണ്ടും ഈ സാധനം എല്ലാം പൊങ്ങി വന്നത്. എലിസബത്തിന്റെ കേസിൽ ആ ഒരു ടൈമിന് തൊട്ട് മുമ്പായിട്ടാണ് അമൃതയുടെ ഒപ്പിട്ട് കള്ളൊപ്പ്, അതിപ്പോ ഏകദേശം മുങ്ങാറായി. ഇനി അത് വേറെ എന്തെങ്കിലും കേസ് വരുമ്പോഴേ പൊങ്ങത്തുള്ളൂ. ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ മുങ്ങിപ്പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ബാലച്ചേട്ടൻ ദ ബ്രില്യൻറ്റ് തോക്കൊക്കെ ഉള്ള അണ്ണൻ ചിലപ്പോൾ വീട്ടിൽ കയറി ഇടിച്ചാലോ? പേടി കാണും ആളുകൾക്ക്, അതാവാം. ബാക്കി അതിലെനിക്കൊരു കുഴപ്പമില്ല. നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു വർഷം പഠിച്ച എൻ്റെ MD എൻട്രൻസ് എക്സാമിൻ്റെ ഒരു മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല.
ഈ MD എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കണ്ട. അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല, എക്സാം എഴുതാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ ഒരു 1.5 വർഷം ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. കുറേ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചോണേ. അപ്പോൾ ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ്. ഓക്കെ, ഇനി ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോൾ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി. ഒരു 5-6 സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട്. അതെന്താണെന്നറിയില്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണം എന്ന്. ഓ മൈ ഗോഡ്. അടുത്ത കമന്റ്. You should ask the other 2 women why they slept with him. Obviously they like sleeping with him, didn't they? നിങ്ങളെ ഇടയിൽ വന്ന് കിടന്നായിരുന്നോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്? Ask your questions to them because it is a woman who decide the relationship with a man. എലിസബത്ത് മാന്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിന്റെ ഇടയ്ക്ക് നീ വന്ന് കിടന്നായിട്ടുണ്ടായിരുന്നോ എന്ന്. അതിപ്പോ എലിസബത്ത് പറയുന്നത് ഈ കസ്തൂരി എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പൊ ആ ലേഡിയോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഇത് കമന്റിലൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കാൻ പറ്റുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തന്നിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഈ അപരാധം കാണിക്കുന്നത്. നിങ്ങളോട് ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചായിരുന്നെങ്കിലോ? നിങ്ങളോടോ നിങ്ങളുടെ കെട്ടിയവനോടോ ഒക്കെ ഈ ചോദ്യം ചോദിച്ചായിരുന്നെങ്കിലോ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വരും? എന്ത് അപരാധമൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നേരത്തെ എലിസബത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭയങ്കര ബ്രൂട്ടലായിട്ട് അടിച്ച് ബോധം കെടുത്തുമായിരുന്നു എലിസബത്തിനെയൊക്കെ ഈ ബാല എന്ന് പറയുന്ന വ്യക്തി. അമൃത എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഈ സെയിം സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു ഈ നാറി എന്നുള്ളത്. ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ. പിന്നെ ഇവന്റെ സ്വഭാവം കാണുമ്പോഴും ഇപ്പൊ മറ്റേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തോക്കും എടുത്തോണ്ട് വീട്ടിൽ കയറി ചെല്ലുക. ഇവൻ ആരാ ഇവൻ ആരാ? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നമ്മുടെ നാട്ടിൽ ഞാൻ ഇത്രയും നാളായിട്ട് ഉപയോഗിക്കാത്ത ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാചകം എനിക്കത് ഇനി അത് പറഞ്ഞേ പറ്റുള്ളൂ. കണ്ട തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കൊണ കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ സ്ത്രീകളുടെ നെഞ്ചത്തും കയറി ഇവിടുത്തെ സ്ത്രീകളെ തല്ലുകയും ചെയ്തിട്ട് ഒരു തേങ്ങ ഒരുത്തരും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ എന്താ പറയണ്ടേ? കണ്ട നാറികളൊക്കെ വന്ന് ഈ കാട്ടാവിടെ കിടന്ന് കാണിച്ചോട്ടെ അല്ലേ, മിണ്ടാതിരിക്കുക. എന്റെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ നീതിപീഠം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകരോടാണ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ ഇവനെ പോലുള്ളവനെയൊക്കെ? ഇവിടെ വന്ന് ഈ വൃത്തികേടെല്ലാം കാണിച്ചിട്ട് അത് സ്ത്രീകളെല്ലാരും ഒന്നിച്ച് മുന്നോട്ട് വരും അവനെതിരെ. എന്നിട്ട് പോലും അപ്പൊ ചോദ്യം വരും, എന്ത് കൊണ്ടാണ് ഇപ്പൊ കോകില നിൽക്കുന്നത്? ഞാൻ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളേ. ഞാൻ നേരത്തെ ഞാൻ കുറെ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ വേണ്ട, നമുക്ക് ഇത്രയിൽ നിർത്താം ഇത്. എനിക്കും ചിലപ്പോൾ എന്റെ കയ്യിൽ പോയി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. കോകില എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കോകില ഇസ് ലൈക്ക് ബാക്കിയുള്ളവരെ പോലെ അല്ല. എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ഷീ ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് വുമൺ. എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം അവർക്ക് ആ വീട്ടിൽ കുക്ക് ചെയ്ത് അവിടെ ജീവിക്കാനാണ്. ബാലയ്ക്ക് വേണ്ടത് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അമൃത അങ്ങനെയല്ല, ഡോക്ടർ എലിസബത്ത് അങ്ങനെയല്ല. ഡോക്ടർ എലിസബത്തിനോട് കണ്ടല്ലോ നിങ്ങൾ ചെയ്തതൊക്കെ. അവരുടെ വിദ്യാഭ്യാസം വരെ, അവർക്ക് MD എക്സാം ആയിരുന്നു, ആ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ പോലും ഇവൻ സമ്മതിച്ചില്ല. അതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. കാരണം അങ്ങനെ ജോലിക്ക് പോകുന്ന അങ്ങനെ ഒരാളെ വേണ്ട ബാലയ്ക്ക്. ബാലയുടെ വിഴുപ്പ് തുണിയൊക്കെ ആ ഒരു പരിപാടിയൊക്കെ അങ്ങനെ വീട്ടിൽ കിടന്നോണം, മനസ്സിലായില്ലേ? അതിനവന് വേറെ ആരെയും കിട്ടിയില്ല. നേരെ മാമാ പൊണ്ണെന്നും പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അതിനെയും കിട്ടി, സുഖം. അത് വീട്ടിൽ തന്നെ ഇരുന്ന് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തിരുന്നോളൂ. എത്ര കാലം അത് സഹിച്ചു കിടക്കുമെന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാവട്ടെ. ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുന്നവന്മാര് ഇനി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ പൊന്ന് പ്രിയപ്പെട്ട പോലീസുകാരെ, നമ്മുടെ നാട്ടിലെ നിയമത്തോട് ആളുകൾക്ക് വെറുപ്പായി തുടങ്ങും. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.